നിരവധി കപ്പലുകളും വിമാനങ്ങളും വിഴുങ്ങിയ ബർമൂഡ ട്രയാങ്കിളിനെ കുറിച്ച് ഏവരും കേട്ടു കാണുമല്ലേ. അടിക്കടി ബർമൂഡ ട്രയാങ്കിളിന്റെ നിഗൂഢത സംബന്ധിച്ച ഊഹാപോഹങ്ങൾ വാർത്തയാകാറുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്നതെന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. ബർമൂഡ ട്രയാങ്കിൾ പോലെ നിഗൂഢമായ മറ്റൊരു സ്ഥലം കൂടി ഭൂമിയിലുണ്ട്. അമേരിക്കയിലെ അലാസ്ക ട്രയാങ്കിളാണിത്. ഏകദേശം 20,000-ഓളം ആളുകളാണ് ഇവിടെ നിന്നും അപ്രത്യക്ഷരായത്. 1972 അലാസ്കയുടെ വടക്കേ തീരത്തുള്ള ഉട്കിയാവിക് നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന അലാസ്ക ട്രയാങ്കിൾ ആദ്യമായി ലോകശ്രദ്ധയെ ആകർഷിച്ചത്. 1972 ഒക്ടോബർ 16 US ജനപ്രതിനിധി സഭാംഗങ്ങളായ തോമസ് ഹെയ്ൽബോക്ക് സീനിയർ, നിക് ബെഗിച്ച് എന്നിവർ സഞ്ചരിച്ച വിമാനം ഇവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. എന്തിന് ഇവരുടെ മൃതദേഹങ്ങൾ പോലും കണ്ടുകിട്ടിയില്ല. ഇതിനുശേഷം ഇവിടേക്ക് വേട്ടയാടാനെത്തിയ 25-കാരനായ ഗാരി ഫ്രാങ്ക് സദർഡനെയും കാണാതാവുകയായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം അലാസ്കയിലെ പോർക്യൂപൈൻ നദിയുടെ തീരത്തു നിന്നും ഒരു തലയോട്ടി ലഭിച്ചു. ഇത് പിന്നീട് സദർഡന്റെ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷവും ഇവിടെ എത്തിയ ആളുകൾ അപ്രത്യക്ഷരാകാൻ തുടങ്ങി. ഇങ്ങനെ 20,000-ഓളം പേരെയാണ് ഇവിടെ നിന്നും കാണാതായത്. തിരോധാനങ്ങൾ തുടർക്കഥയായതോടെ പ്രദേശത്തെ നിഗൂഢതകൾ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചു. ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട പല സിദ്ധാന്തങ്ങളും പ്രചരിച്ചു. അലാസ്കയിലെ ട്രയാങ്കിളിന്റെ ഭൂപ്രകൃതിയാകാം തുടർച്ചയായ തിരോധാനങ്ങൾക്ക് പിന്നിൽ എന്നാണ് സൂചന. അസാധാരണമായ കാന്തിക പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്ന സംശയവും ഉയർത്തുന്നുണ്ട്. അന്യഗ്രഹ ജീവികളുടെ വാസസ്ഥലമാണിതെന്നും ചിലർ വാദിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.